protect your actors a little more, especially in Malayalam. Protect your actors a little more. എനിക്ക് അത്രേ പറയുള്ളൂ അബൌട്ട് ദിസ്. ഐ ഫീൽ ലൈക്ക് ഇതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു ഈഗോ ട്രിപ്പിലെടുത്ത് പലർക്കും ഓവറായിട്ട് ആലോചിച്ച് വേണമെങ്കിൽ എൻ്റെ കരിയറിന് ഇനി നെഗറ്റീവായിട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇൻ ജനറൽ ഒരു സ്നേഹം കൊണ്ട് പറയുന്ന മലയാളി ആക്ടേഴ്സിൻ്റെ അസോസിയേഷൻ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് തെളിയിക്കുക. മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇനിയും വരും, ഉള്ളവരെ നമുക്ക് വേറെ ഇൻഡസ്ട്രിയിലോട്ട് നഷ്ടപ്പെടുത്തുകയില്ല. അമ്മ ഒരു ആക്ടറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അടുത്തൊരിത് വരുന്നതിന് മുന്നേ യു ക്യാൻ അസ്യൂം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു പേടി കൊണ്ട് പറഞ്ഞു പോകുന്നത്. അമ്മ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ലെവലിൽ അമ്മയും ഒരു ആക്ടറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ കൗണ്ടർ സൈഡ്, പ്രൊഡ്യൂസേഴ്സ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദ പ്രൊഡ്യൂസർ അസോസിയേഷൻ, ആക്ടേഴ്സ് ബൈ ദി അമ്മ അസോസിയേഷൻ. ഇവർ രണ്ടുപേരും അത് കഴിഞ്ഞ് തമ്മിൽ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാര്യം പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഒന്നിച്ച് വന്നാലേ സിനിമ ഉണ്ടാകത്തുള്ളൂ. സിനിമ ഉണ്ടായാലേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാകത്തുള്ളൂ. സിനിമയാണ് പലതിൻ്റെയും. നിങ്ങളാണെങ്കിലും ഒരു പടം ചെയ്യാനല്ലേ നോക്കുന്നത് അല്ലേ? ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും മീഡിയ ആയി നിൽക്കുന്നുണ്ടെങ്കിലും സിനിമയിലേക്ക് എത്താനല്ലേ നോക്കുന്നത്. 100%. അതുപോലെ എല്ലാവരും ഇതിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഏത് മീഡിയയിൽ നിൽക്കുന്നവരാണെങ്കിലും അപ്പോൾ അതിനെ നിലനിർത്തണം. അതിലുള്ള ആളുകളെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. മീഡിയ സെൻസറിങ് വേണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? മീഡിയ സെൻസറിങ് വേണമെന്ന് തോന്നിയിട്ടില്ല. മീഡിയ അങ്ങനെ തന്നെ നല്ല മീഡിയ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. മീഡിയ സെൻസറിങ്, മീഡിയ ലൈസൻസിങ് വേണം. ആര് കോണ്ടന്റ് ഇടാൻ റൈറ്റ് ഉണ്ടെന്നുള്ളതിന് ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് ഇന്ന ആപ്പ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു മീഡിയ ചാനലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഒരു ലോ വേണം. മീഡിയ ലോസ് വേണം കുറച്ചും കൂടെ. പോയിന്റ് ഓഫ് വ്യൂസ് വേണം, അവരുടേതായ ചിന്താഗതികളും കാഴ്ചപ്പാടും വേണം. ഇപ്പോൾ ഒരു മീഡിയയിൽ വരുന്ന വാർത്ത തന്നെയാണ് എല്ലാ മീഡിയാസും പറയുന്നത് അല്ലേ? അല്ല, അതിലെന്താ ഡിഫറൻസ് വരും? അല്ല, അതിന് എനിക്ക് ചെറിയൊരു തർക്കമല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ മീഡിയയിൽ വരുന്ന വാർത്ത തന്നെയല്ലേ എല്ലാ മീഡിയാസും കൊടുക്കുന്നത്? അല്ല, അതിപ്പോൾ ഒരു ന്യൂസ് അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോഴും വാർത്തയ്ക്ക് പലപ്പോഴും പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവണല്ലോ. അതെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിനൊരു മറുപടി ഇപ്പം ഭരിക്കുന്ന പാർട്ടി ഇപ്പം ഫോർ എക്സാമ്പിൾ അല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പാർട്ടിയുടെ നെഗറ്റീവ് ഓരോ എന്നെ സംബന്ധിച്ചുള്ള വാർത്ത ഞാൻ 3 നിലയുടെ മുകളിൽ നിന്ന് 2ാം നിലയിൽ പുള്ളിലേക്ക് ചാടി ഇന്ന് വാർത്ത കൊടുക്കുമ്പോൾ എല്ലാവരും അതന്നെ കൊടുക്കും. എങ്ങനെയാണ് 3ാം നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് ചാടി ഒരാൾ പൂളിലേക്ക് ചാടി ഒരാളുടെ തലമണ്ട പൊട്ടിപ്പോവില്ലേ എന്ന് ഒരാളും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ആ വാർത്ത അങ്ങനെ വരുന്നില്ല? 3ാം നിലയുടെ മുകളിൽ നിന്ന് 2ാം നിലയിലെ പൂളിലേക്ക് ചാടിയ ഒരാളുടെ തലമണ്ട പൊട്ടിപ്പോവോ? ചിന്തിച്ചു നോക്കിയേ. സാധ്യതയുണ്ട്. എങ്ങനെ? ഒരു വെള്ളത്തിലേക്ക് എത്ര ഉയരത്തുനിന്ന് ചാടുന്നു അത്രയും താഴ്ച വേണമല്ലോ. വേണം. അപ്പോൾ അത്രയും താഴ്ചയുള്ള ഒരു പൂള് കൊച്ചിയിലുണ്ടോ? ഒരു 10 അടിയെങ്കിലും താഴ്ചയുള്ള. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വേറൊരു മീഡിയയുടെ ഭാഗത്ത് വരുന്നില്ല? എല്ലാവരും ആ വാർത്തയെ തന്നെയല്ലേ ഫോളോ ചെയ്യുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന വിഷ്വൽസ് വരുന്നതുകൊണ്ടാണ്. ഇറങ്ങിപ്പോകുന്ന വിഷ്വൽ മാത്രമല്ലേ ഉള്ളൂ, പൂളിലേക്ക് ചാടുന്ന വിഷ്വൽ ഇല്ല. പൂളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വിഷ്വലുണ്ടോ? ഇല്ല. റിസപ്ഷനിൽ ഞാൻ ക്രോസ് ചെയ്ത് പോകുന്ന വിഷ്വൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുക ഞാൻ 3ാം നിലയിൽ നിന്ന് 2ാം നിലയിൽ ചാടി എന്നിട്ടായിരുന്നു ഇറങ്ങിപ്പോയെന്ന്. അതിന് 2020 ലാലേട്ടം ചാടുന്ന ഒരു വിഷയം അല്ലേ? ശരിയാ. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഇതെനിക്കറിയാം കേട്ടോ. ഞാൻ നേരത്തെ എനിക്ക് ജസ്റ്റ് ഓർത്തിടപ്പോൾ ഞാൻ ആ ന്യൂസ് വായിച്ചത് തന്നെ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ട്. ഷൈൻ ചേട്ടൻ ഏതോ ബിൽഡിങ്ങിൽ നിന്ന് ചാടി അവിടെ നിന്ന് ഓടിയെന്താണ് ഞാൻ ന്യൂസ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും മീഡിയാസ് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് വേറൊരു വാർത്ത ഉണ്ടാവുന്നില്ല, വേറൊരു ചോദ്യം ഉണ്ടാവും? എല്ലാ പ്രൈം ടൈമിലും ഇതായിരുന്നു ന്യൂസ്. ഇത് എല്ലാവരും അതേ തന്നെ പല. ഇപ്പം നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 4 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവണ്ടേ, 4 കാഴ്ചപ്പാട് ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സമൂഹം നന്നാവുക. പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യില്ല. തിങ്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആരും ഈ സംഭവം കണ്ടിട്ടില്ല, ആർക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷയവും ഇല്ല. അപ്പോൾ ഒരാൾ കൊടുക്കുന്ന വാർത്ത തന്നെ എല്ലാവരും അങ്ങോട്ട് കൊടുക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ 10 ആളും പറയാം ഭൂമി ഉരുണ്ടതാണെന്ന്. കണ്ടിട്ടൊന്നും പ്രേക്ഷകന് ആ വാർത്തക്കാണ് എന്താണ് ഏറ്റവും TRP എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും എടുത്തും കൊടുക്കും. അപ്പൊ അത് വാർത്തയല്ല, സത്യമല്ല എന്ന് മനസ്സിലായിക്കൂടെ? ആ ഫാക്ട്സ് അവിടെ എത്തുന്നില്ല. പ്രേക്ഷകന് ഓരോ ചാനലിന്റെ അജണ്ട അനുസരിച്ചുള്ള അവരുടെ സ്റ്റൈൽ ഓഫ് ന്യൂസ് എന്താണെന്നുള്ളതിന്റെ ആ ഫാക്ട്സ് എടുത്ത് പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഫാക്ട്സ് എത്തിക്കുക പ്രേക്ഷകനിലോട്ട്, എന്നിട്ട് അവർ തന്നെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യട്ടെ ഫാക്ട്സ് വെച്ചിട്ട്. അല്ലെങ്കിൽ അവർ ഫാക്ട്സ് അസ്യൂം ചെയ്യാൻ നോക്കും, എന്താണ് ഇതിന്റെ പുറകിലുള്ള സത്യമെന്ന് വാർത്ത കേട്ടിട്ട് അവർ അസ്യൂം ചെയ്യും. അതിനേക്കാളും നല്ല സത്യം വെച്ചിട്ട് അവർ തന്നെ അവരുടെ മനസ്സിൽ വാർത്ത ഉണ്ടാക്കട്ടെ, എന്തായിരിക്കും സംഭവിച്ചെന്നുള്ള സത്യം വെച്ചിട്ട്.
പണ്ട് ദൂരദർശനിലൊക്കെ എനിക്കൊന്ന് മാധവ് ഓർക്കാൻ സാധ്യതയില്ല, നമ്മുടെ ഏജിനൊക്കെ ഓർക്കണ്ടാവും. ദൂരദർശനിലൊക്കെ വാർത്ത വായിക്കുമ്പം അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. നോർമൽ വാർത്ത എഴുതി വരുന്നു, പ്രധാന വാർത്തകൾ വായിക്കുന്നു, പിന്നെ ആ വാർത്തകൾ കൂടുതലും എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് ന്യൂസ് പണ്ടുണ്ടായിരുന്നത്. പണ്ടുണ്ടായിരുന്ന അരമണിക്കൂർ വാർത്ത. ഇപ്പം അങ്ങനെ അരമണിക്കൂറോളം ചാനൽസ് ഉണ്ട്, 24 മണിക്കൂറും പ്രധാന വാർത്തകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടാൻ. അപ്പോൾ 24 മണിക്കൂറും ഈ അരഡസനിലധികം ചാനലുകൾ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എല്ലാ വാർത്തയും വാർത്ത വേണം. വാർത്തയില്ലെങ്കിൽ വാർത്ത ഉണ്ടാക്കണം. അത് അവർ വർക്ക് ചെയ്യുന്നവർ നേരിടുന്ന ഐ തിങ്ക് ന്യൂസ് ചാനൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അഗ്രി ചെയ്യാൻ പറ്റും. അവരുടെ എന്താണ് അവരുടെ ജോബ് റിക്വയർമെന്റ്. മടുപ്പ് വരും കുറേ കാലം കഴിയുമ്പോൾ. കുറേ വർഷങ്ങളാണെങ്കിൽ ഷൈനെ അറിയാം. അപ്പം ഒരേ കാര്യം ഷൈൻ പല സിറ്റുവേഷനിൽ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഷൈൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം. പക്ഷേ ഈ പൂളിൽ ചാടി ഇൻസിഡൻറ്റ് ഷൈൻ പല ആവർത്തി പല ഇൻ്റർവ്യൂസിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റ് മുന്നേ കൂടി നമ്മൾ സംസാരിച്ചു. ശരിക്കും ഇത് ഷൈനെ പലപ്പോഴും പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഒന്നും ഷൈൻ അതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. കാരണം അത് എനിക്ക് 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയിൽ പുള്ളി ചാടി എഴുന്നേറ്റ് പോയി എന്ന് പറയാൻ ഞാൻ മാനുഷികമായിട്ട് അങ്ങനെ ഒരാളാണെന്ന് ആളുകളെ അറിയിക്കാൻ എനിക്ക് നല്ലതാണ്. പക്ഷേ ഇത് എനിക്ക് ഒരുപാട് തവണ ഷൈൻ റിപ്പീറ്റ് ചെയ്തത് പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ഒരാൾ ചാടിയാൽ അയാളുടെ തലമണ്ടടിച്ച് പോവും അയാൾ. അത് ആരും എന്നോട് പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഷൈൻചാറിന് ഏറ്റവും വിഷമം ലോജിക് ഇല്ലാത്തതായിരുന്നിട്ടും അതിലെ ഫിസിക്സ് കറക്റ്റ്. ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം പൂളിലേക്ക് ചാടുമ്പോൾ അവൻ എത്ര ഹൈറ്റിൽ നിന്നാണ് നിൽക്കുന്നത്, അത്ര ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് അവൻ ചാടില്ല. ഇത് ചോദ്യം ഈ ലോകത്ത് ഒന്നേ വരെ ഒരു മീഡിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളാണെങ്കിലും എന്ത് ലോജിക്കലുള്ള ആളാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഈ 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നില പൂളിലേക്ക് ചാടി നീ തലമുണ്ടടിച്ച് പോയില്ലേ, പിന്നെ എങ്ങനെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയതെന്ന്. പൂളിൽ സ്ഥിരം അടിച്ച് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ പൂളിലൊന്നും നോ ഡൈവ് എന്ന് എഴുതി വെക്കണത് എന്തുകൊണ്ടാണ്? അത്ര ആഴമില്ലാത്തതുകൊണ്ടാണ്. 6 feet 7 feet മാക്സിമം. 6 feet ഒക്കെ മാക്സ്. ഒരു ഹോട്ടലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ 6 feet. കാസിനോയിലുള്ളൊരു ഹോട്ടലിലെ പൂളിൽ ഇവിടെ ഐലൻഡില് കമേഴ്ഷ്യൽ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. പക്ഷേ ഹോട്ടൽസിൽ 6 feet അധികം ഉണ്ടാവാറില്ല. അപ്പൊ എങ്ങനെ ഞാൻ അവിടെ ചാടി? അപ്പൊ ആളുകൾ ലോജിക്ക് ഇല്ലാതെയാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം കണക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചാടി കഴിഞ്ഞാൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അതിശയിപ്പിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ കുറിച്ചുള്ള വാർത്തയല്ല. വാർത്ത ഭയങ്കര ഹിറ്റാ, അതെനിക്ക് സന്തോഷം. പക്ഷെ ഒരാൾ പോലും ചോദിച്ചില്ല, ഒരാൾ പോലും. എല്ലാവരും വിചാരിച്ചു ഞാൻ 3-ാം നില 2-ാം നില പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു. എല്ലാവരും വിചാരം 10-ാം നിലയുടെ മുകളിൽ നിന്ന് പൂളിലേക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റുന്നു. അതാ 2020 കണ്ട് അത് ഓക്കെ ആണെന്ന് വിശ്വസിച്ചിട്ടുള്ള ആരും ശ്രമിക്കല്ലേ അങ്ങനെ ഹൈറ്റ് ചെയ്യുന്നിടത്ത് പൂളിൽ. എത്ര ഹൈറ്റ് എന്താണോ ചേട്ടൻ അത്രയും ആഴമില്ലെങ്കിൽ നമ്മൾ തലമണ്ടി അടിച്ചു പോകും പൂളിൽ. അതിനാകെ ഒരു കൗണ്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലാറ്റ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്ത ആ റെസിസ്റ്റൻസ് കാരണം നമ്മൾ താഴോട്ട് പോകത്തില്ല. പക്ഷെ നമ്മുടെ എല്ലെല്ലാം പൊടിഞ്ഞു പോകും. ഫ്ലാറ്റ് ആയിട്ട് വന്ന് വീണെങ്കിൽ നമ്മുടെ എല്ല് തകർന്നു പോകും. നമ്മൾ ശരിക്കും ഫ്ലോറിൽ ഒന്ന് വീണ പോലെ ഇരിക്കും. ഇനിയിപ്പോൾ നൂണ്ട് അകത്തേക്കേ പോകണമെങ്കിൽ തലമണ്ട അടിച്ചു പോകും, അത്രയും ആഴം ഇല്ലെങ്കിൽ. അതുകൊണ്ട് അത്രയും എത്ര ആഴം മുകളിൽ നിന്നാണ് ചാടണം അത്രയും ആഴം വേണം ആ ഡൈവിങ് സ്പോട്ടിൽ. അത് പിള്ളേർ ശ്രദ്ധിക്കണം. ഈ വാർത്ത കണ്ട് ഒരിക്കലും നിങ്ങൾ 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പൂളിലേക്ക് ചാടരുത്.